ലേഹ്യം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്റെ വീഡിയോ നിങ്ങൾ അവസാനം വരെയും കാണുമല്ലോ. പുതുപുത്തൻ വീഡിയോകൾക്കായി എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പായി ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കൾ വെച്ചിട്ട് തന്നെ ആരുടെയും സഹായമില്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പ്രധാനമായും പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ. ഇത് കഴിക്കാം, പക്ഷെ കൂടുതലായി കഴിക്കാൻ പാടില്ല. ഇനി പ്രസവശേഷം ശരീരം നന്നാവുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ പേടിക്കേണ്ട. ഇത് നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇതിന്റെ മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ രക്തക്കുറവ് മൂലം ഉണ്ടാകുന്ന വിളർച്ച അനുഭവപ്പെടുന്ന പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് ഇത് കഴിക്കാവുന്നതാണ്. ഉള്ളി ലേഹ്യത്തിന്റെ മറ്റൊരു ഗുണം എന്നത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡിനെ ഇത് ശുദ്ധീകരിക്കുകയും നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങളെ പുറന്തള്ളുകയും ചെയ്യുന്നു. കൂടാതെ ഇത് നമ്മുടെ ബ്ലഡിലെ ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും അതുവഴി വിളർച്ച മാറിക്കിട്ടുകയും ഉന്മേഷം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. പ്രസവ സംബന്ധമായി ഉലയുന്ന ശരീരത്തെ ഉള്ളി ലേഹ്യം പൂർവ്വസ്ഥിതിയിലാക്കി മാറ്റും. പ്രസവശേഷം യൂട്രസ് ചുരുങ്ങുന്നതിന് വേണ്ടി എല്ലാവരും ഉള്ളി ലേഹ്യം കഴിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഉള്ളി ലേഹ്യം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഉള്ളി ലേഹ്യം ഉണ്ടാക്കുന്നതിനുള്ള ചേരുവകളാണിത്. 1 കിലോ കൊച്ചുള്ളി തൊലി കളഞ്ഞ് നല്ലവണ്ണം കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തേങ്ങയുടെ 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് എന്നിങ്ങനെ പ്രത്യേകമായി വെച്ചിട്ടുമുണ്ട്. പിന്നെ 1 കിലോ കൊച്ചുള്ളിക്ക് 1/2 കിലോ കരിപ്പോട്ടിയാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് നെയ്യും കുറച്ച് ചുക്കുപൊടിയുമാണ് നമുക്ക് ആവശ്യമായി വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഉള്ളി ലേഹ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ചേരുവകൾ. അപ്പോൾ അതിനായിട്ട് ഒരു ഉരുളി നമുക്ക് ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കാം. നമ്മൾ മുമ്പേ മാറ്റി വെച്ചിരുന്ന കൊച്ചുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് വെന്ത് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഇത് വെന്ത് കിട്ടാൻ കുറേ സമയമെടുക്കും. അതിനാൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എളുപ്പത്തിനായി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഇത് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അടുപ്പത്തിട്ട് വേവിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് നന്നായി വെന്ത് കിട്ടുന്നതിന് വേണ്ടി നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. കുറേ സമയത്തിന് ശേഷം നമ്മുടെ കൊച്ചുള്ളി ഇതേ പരുവത്തിലായി മാറുന്നതാണ്. പണ്ടൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഉള്ളി ലേഹ്യം ഉണ്ടാക്കുമ്പോൾ അതാരും കാണാതെ വേണം ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാവരും രാത്രി കാലങ്ങളിലാണ് ഇത് ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ ഇതിൻ്റെ പിറകിൽ ഒത്തിരി വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ ഉണ്ട്. ഈ പരുവമാവുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ നല്ല ഉരുക്കിയ കരിപ്പോട്ടി ഒഴിച്ചതിന് ശേഷം ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. കരിപ്പോട്ടി അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നല്ലവണ്ണം ഇളക്കിക്കൊണ്ടേയിരിക്കുന്നത്. ആകുമ്പോഴേക്കും ഇതിങ്ങനെ കുറുകിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ചട്ടകം വെച്ച് നല്ലവണ്ണം ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഈ കുറുകിയിരിക്കുന്ന സമയത്ത് ഇതിൽ കുമിള പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ വീഴാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നീളമുള്ള ചട്ടകം ഉപയോഗിച്ച് ദൂരെ നിന്ന് വേണം ഇളക്കാൻ. ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പം നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ സമയമെടുത്ത് ഇത് ഉണ്ടാക്കേണ്ടി വരും. ഏകദേശം കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും വേണം ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിന്.
ശേഷം ഇതേപോലെ കുറുകി വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരുന്ന രണ്ടാം പാല് ഇതിലേക്ക് ചേർത്ത് നല്ലവണ്ണം ഇളക്കിക്കൊണ്ടേയിരിക്കുക. പിന്നീട് ഇതേപോലെ കുറുകി ഇതേ പരുവത്തിലായി വരുന്ന സമയത്ത് നമ്മൾ മുമ്പേ മാറ്റി വെച്ചിരുന്ന മൂന്നാം പാലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഇത് ശരിയായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന ചുക്കുപൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ചുക്കുപൊടി ഇടുമ്പോൾ കൊച്ചുള്ളിയുടെ മണമൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന നെയ്യ് കുറേശ്ശെയായി ഇതിൽ ഒഴിച്ചു കൊടുത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ലേഹ്യം ഒരുവിധം ശരിയായി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നെയ്യ് കൂടി ഇതിൽ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ ഇത് പാത്രത്തിൽ നിന്ന് വിട്ടു വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളി ലേഹ്യം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലെയുള്ള വിലപ്പെട്ട ഇൻഫർമേഷനുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ വിത്ത് ഷെഹു മീഡിയ. ഗുഡ് ബൈ.